എല്ലാ സജ്ജനങ്ങൾക്കും പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നും പറയുന്നത് കണക്ക് ഇന്ന് പറയുന്നത് ദന്തപ്പാല അതിനെക്കുറിച്ചും ആ ഔഷധത്തിൻ്റെ ഗുണമേന്മയെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പം അത് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് ദന്തപ്പാല എന്ന് പറയുന്ന ഈ വൃക്ഷമാണിത്. ഇതിൻ്റെ ഓരോ ഇലകളും, അതായത് ഈ ഇലകൾ നമ്മൾ പിച്ചാത്തികൾ കൊണ്ടോ മറ്റൊന്നും കൊണ്ട് കണ്ടിക്കരുത്, ഇരുമ്പ് ഇതിൻ്റെ തൊടിയിക്കരുത്. അല്ലാതെ ഇതിൻ്റെ ഇല പറിച്ചെടുത്തിട്ട് അത് നല്ല ശുദ്ധമായി ആട്ടിയ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതിട്ട് വെയിലത്ത് വെക്കുക. അതായത് 1 കിലോ എണ്ണയ്ക്ക് കുറഞ്ഞത് 200-150 ഇല വെച്ച് ഇടാം. 150 തൊട്ട് 200 ഇലകൾ വരെ ഇടാം. ഇട്ടിട്ട് അത് വെയിലത്ത് വെച്ച് 3 ദിവസം തുടർച്ചയായിട്ട് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഒരു വയലറ്റ് കളറിൽ ഈ എണ്ണ മാറും. ആ എണ്ണയുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും, ഇതിൻ്റെ പേരാണ് ദന്തപ്പാല. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു. ഇത് ശരിയായിട്ട് നിങ്ങളിത് കണ്ടു പഠിക്കണം. ഇതാണ് ദന്തപ്പാല. അപ്പോൾ ഈ ദന്തപ്പാല അതിൻ്റെ ഈ പറഞ്ഞ കണക്ക് നല്ല ഒരു ഇരുമ്പിൻ്റെ പാത്രമായിരിക്കരുത്. സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ കുപ്പിപ്പാത്രമാണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ 150 തൊട്ട് 200 ഇല വരെ 1/2 കിലോയ്ക്ക് തൊട്ട് 1 കിലോ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒഴിച്ചിട്ട്, അത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയായിരിക്കണം. ആട്ടി വൃത്തിയാക്കിയെടുത്ത് അരിച്ച് റെഡിയാക്കിയതിനകത്തിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വയലറ്റ് കളറിലാകും. ആ വയലറ്റ് കളറിലുള്ള ഈ എണ്ണ നമ്മളൊരു ചില്ലുകുപ്പിക്കകത്ത് തന്നെ എടുത്ത് വെക്കണം. അതെടുത്ത് വെച്ചിട്ട് ഈ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചൊറിച്ചിലോ താരനോ, തല തേക്കാനും കൊള്ളാം, താരനോ ചൊറിച്ചിലോ, അത് കണക്കിന് മുടി കൊഴിച്ചിൽ, ചൊറിച്ചിലുള്ളവർക്ക്, വട്ടപ്പുണ്ണുള്ളവർക്ക്, സോറിയാസിസ് എന്ന് പറയുന്ന രോഗമുള്ളവർക്ക്, ഇവർക്കെല്ലാം, അതായത് വട്ടത്തിലുള്ള ഒരു എന്തോന്നുണ്ട് പുഴുക്കടി എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയും. ഈ പുഴുക്കടി ഉള്ളവർക്കുമെല്ലാം ഇത് ഒരു 10-20 പ്രാവശ്യം സുഖമായിട്ട് തേച്ചിട്ട് സോപ്പ് തൊടിയിക്കരുത്. സോപ്പ് തൊട്ട് നമ്മൾ തേച്ചാൽ അതിൻ്റെ ഗുണം കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ തേച്ചിട്ട് ഇത് ഒരിക്കലും ഉള്ളിലേക്ക് പോകരുത്. ഇതിനൊരു ശകലം വിഷാംശമുള്ളതാണ്. അതുകൊണ്ടാണ് ഉള്ളിൽ കഴിക്കരുത്, ഇരുമ്പ് കൊണ്ട് എടുക്കുകയും ചെയ്തെന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് തന്നെയാണ്, ഇതാണ് ദന്തപ്പാൽ എന്ന് പറയുന്നത്. നമ്മുടെ പല വീടുകളിലും ഇത് കാണാവുന്നതാണ്. ആയതിനാൽ ഈ ദന്തപ്പാലയുടെ കറ തന്നെ കിട്ടാൻ വഴിയുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒടിക്കുമ്പം കറ വരുന്നതുകൊണ്ടാണ് ഇന്ന് ദന്തപ്പാല എന്ന് പേര് തന്നെ വന്നത്. അപ്പം ആ ഈ വർഷം നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാലും ഇത് ഒരിക്കലും കുട്ടികൾ തിന്നാനൊന്നും ഇടയാവരുത്, വലിയവരും തിന്നരുത്. തിന്നാൻ കൊള്ളാവുന്നതല്ല. നമുക്ക് ഇത് കണക്ക് പറഞ്ഞിരിക്കുന്ന ഈ ഞാനിപ്പോൾ പറഞ്ഞ ഓരോ രോഗം, അതായത് പുഴുക്കടി, അത് കണക്ക് സോറിയാസിസ്, അതുപോലുള്ള മറ്റ് രോഗങ്ങൾ, അതായത് ത്വക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗത്തിനും അത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിങ്ങളെല്ലാവരും ഓരോരുത്തരും ശ്രമിക്കണം. ഇങ്ങനെ ശ്രമിച്ചത് കൊണ്ട് തന്നെയല്ല, ഇത് അറിയാവുന്നവർ മറ്റുള്ളവരോട്, അതായത് എന്താണ് ഈ ദന്തപ്പാല എന്ന് കണ്ടാൽ തിരിച്ചറിയാവുന്നവരെല്ലാം ഈ ദന്തപ്പാലയുടെ ഗുണങ്ങൾ പരസ്പരം നമ്മുടെ നാട്ടിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, ഇത് നമുക്ക് ഓരോന്നും നമ്മുടെ പ്രദേശത്തുള്ള ഓരോ ഔഷധങ്ങളും സിദ്ധമായിട്ടുള്ള ഔഷധങ്ങളാണ്. ആ സിദ്ധ ഔഷധങ്ങൾ അതിൻ്റെ ദൂഷ്യവശങ്ങളുള്ളതുണ്ട്, അതായത് ചില വിഷങ്ങളുള്ള ഉണ്ട്. ഇതും ഒരു വിഷം 5% വിഷം വരാവുന്നതാണ് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ. ആയതിനാൽ അങ്ങനെ കഴിക്കുമ്പോൾ ആ വിഷം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ അത് ശുദ്ധി ചെയ്തെടുക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന കറയാണ് നമുക്ക് ഈ പറഞ്ഞ രോഗത്തിനൊക്കെ ശമനം കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി ചെയ്ത് നമ്മുടെ വീട്ടിലൊരു കുപ്പി ഉണ്ടാക്കി എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഈ പറഞ്ഞ രോഗങ്ങളോ ചൊറിച്ചിലോ കടിയോ അല്ലെങ്കിൽ ഇത് കണക്ക് സോറിയാസിസോ അല്ലെങ്കിൽ ഈ വട്ടപ്പുണ്ണുകളോ അങ്ങനെയുള്ള എല്ലാത്തിനും വെച്ച് നമുക്ക് തലയിൽ നന്നായിട്ട് തേച്ച് സ്നാനം കുളിക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്യുമാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി.